ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ആൽക്കഹോളിന്റെ ബാഡ് ഇഫക്ട്സ്. സോ നമുക്കറിയാം, നമ്മൾ ഈ കോട്ട് പറയുന്നത് പോലെ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. സോ എത്രയൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ആൾക്കാർ ഇത് വാങ്ങി കഴിക്കാറുണ്ട്. എല്ലാവരും ഇതിൽ അഡിക്റ്റഡ് ആണ്. ഇപ്പോൾ വരുന്ന ഒരുപാട് ന്യൂ ജനറേഷൻ ആൾക്കാർ ഒരു കുഞ്ഞിലെ തൊട്ട്, അതായത് ഒരു 18 വയസ്സാകുന്നതിന് മുന്നേ തന്നെ ഓരോ വെറൈറ്റി ഓഫ് ആൽക്കഹോൾ ഒക്കെ ആൾക്കാർ കൺസ്യൂം ചെയ്യുകയാണ്. സോ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഹെൽത്ത് അവയർനെസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവർക്ക് മാത്രമല്ല, ബാക്കിയുള്ളവരെ അറിഞ്ഞിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യുന്നത്. സോ ആൽക്കഹോൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മൾ ഈ നാക്ക് തൊട്ട് തുടങ്ങുവാണ്. നമ്മൾ നാക്കിൽ പാപ്പില്ല എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈവൻ അതിനത് ഡാമേജ് ആക്കും. അത് കഴിഞ്ഞ് നാക്ക് വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ക്രോണിക് ആയിട്ട് ആൽക്കഹോൾ കഴിക്കുന്നവരെ നാക്ക് വന്നിട്ട് വെളുകളായിരിക്കും. ബിക്കോസ് അതിൽ പിന്നെ ഒരു ടേസ്റ്റും പിന്നെ അറിയാൻ പറ്റത്തില്ല. എന്താ കഴിക്കുന്ന, പിന്നെ എന്തോ കഴിക്കുന്നു, അത്രേ ഉള്ളൂ. ഒരു എരിവോ പുളിയോ ഒന്നും അവർക്ക് ആ നാക്ക് വെച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഈസോഫാഗസ് വഴി പോകുന്നു. ഈസോഫാഗസിലോട്ട് പോകുമ്പോഴത്തേക്കും അവിടെയൊക്കെ ദ്രവിച്ചു പോകും. ബിക്കോസ് അതിന്റെ അസിഡിറ്റി അത്രയ്ക്ക് കൂടുതലാണ്. അതിന്റെ അകത്തുള്ള ടോക്സിക് സബ്സ്റ്റൻസസ് നേരെ ഇത് വയറ്റിലേക്ക് പോകുന്നു, എന്നിട്ട് ചെറുകുടലിലേക്ക് പോകുന്നു. അപ്പോൾ വെറും വയറ്റിൽ നമ്മളിത് കൺസ്യൂം ചെയ്യുവാണെങ്കിൽ ഒരു 45 minutes to 1 hour ഡൈജഷൻ എല്ലാം നടക്കും. പക്ഷെ നമ്മളിത് ഫുഡിന്റെ കൂടെ കൺസ്യൂം ചെയ്യുവാണെങ്കിൽ ഈവൻ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഡൈജസ്റ്റ് പോലും ആകത്തില്ല. കാരണം നമ്മൾ ആസിഡ് അല്ലേ കഴിക്കുന്നത്, ഈ ഒരു ടോണിക്സ് ആയിട്ടുള്ള കാരണം കഴിക്കുന്നു. അവസാനം അസിഡിറ്റി കെട്ടി വരുന്നത് പോലത്തെ ഒരു ഫീല്, ഇവിടെയൊക്കെ ഒരുമാതിരി എരിച്ചില് പോലെ തോന്നും, ബേണിംഗ് സെൻസേഷൻ പോലെയൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ ഇതൊന്നും നമ്മളെ കുറ്റമല്ല. ബിക്കോസ് ഈ ഒരു ടോണിക് സാധനം നമ്മൾ ഫുഡിൻ്റെ കൂടെ കൺസ്യൂം ചെയ്യുമ്പോൾ ഡൈജഷൻ നടക്കത്തില്ല. അപ്പോൾ ഉറപ്പായിട്ട് അസിഡിറ്റി ആയിട്ടുള്ള സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും. സോ ഈ ഒരു ആൽക്കഹോൾ നമ്മളെ ശരീരത്തിലേക്ക് പോയിട്ട് നേരെ ബ്ലഡിലേക്ക് പോകുന്നു, ബ്ലഡിൽ നിന്ന് നേരെ ബ്രെയിനിലേക്ക് പോകുന്നു. സോ ഞാൻ ഷുഗറിന്റെ വീഡിയോ ഇട്ടതുപോലെ നമ്മുടെ ബ്രെയിനിൽ ഡോപ്പമൈൻ എന്ന് പറഞ്ഞൊരു എൻസൈം ഉണ്ട്. ആ എൻസൈമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹാപ്പി ഹോർമോണാണ്. അതായത് നമ്മളെ സന്തോഷിപ്പിക്കുന്നു. അങ്ങനെ ഈ ഒരു ബ്രെയിനിലേക്ക് പോകുമ്പോൾ നേരെ എന്ത് സംഭവിക്കും, ഭയങ്കര സന്തോഷം, ഒരു കിക്ക് കിട്ടിയൊരു ഫീല്. അവസാനം ഈ സന്തോഷമായിട്ടുള്ള ഒരു ഹോർമോൺ സെക്രീറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഇത് കുടിക്കാനുള്ളൊരു ടെൻഡൻസി തോന്നും. അപ്പോൾ ഒരു തവണ ചുമ്മാ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കുടിക്കുന്നവർ വീണ്ടും അവസാനം വീണ്ടും കുടിക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഈ ക്വാണ്ടിറ്റി തീരാതെ വരും, വീണ്ടും ക്വാണ്ടിറ്റി കൂട്ടാൻ തുടങ്ങും. അങ്ങനെ അവസാനം എന്താവും, ക്രോണിക് ആയിട്ടുള്ള ആൽക്കഹോളിസം. സോ ഇതാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒരു ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിർത്താം എന്ന് പറഞ്ഞാൽ ഇത് നിർത്താൻ പോകില്ല. ബിക്കോസ് ഇതാണ് ഈ ഒരു ഹോർമോണിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ചില ആൾക്കാർ ഇത് വേണ്ടാന്ന് വെക്കുമ്പോൾ ഇവൻ അവർക്ക് ഡിപ്രഷൻ വരെ ആവും. സോ ദിറ്റ് ഇസ് നോട്ട് എസ് അഡിക്ഷൻ. അതിനെയാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. സോ നമ്മളതൊന്ന് പിടിച്ചു നിർത്തിയാൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാനുള്ളൊരു ഇതുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഷുഗർ ആണെങ്കിലും നമ്മൾ ശരിയാണ്, പെട്ടെന്ന് നിർത്തുമ്പോൾ നമുക്ക് പറ്റത്തില്ല. നമുക്ക് വീണ്ടും എടുക്കണം എന്നൊരു ടെൻഡൻസി അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. പക്ഷെ നമ്മൾ ഒരു മാസം നമ്മളത് എടുക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ അത് വേണ്ടാതെ ജീവിക്കാൻ പറ്റും. സോ അത് നമ്മൾ ശ്രമിക്കാത്തത് കൊണ്ടാണ് അത് പറ്റാത്തത്. ഓക്കെ, ഞാൻ പറഞ്ഞതുപോലെ ഇതിവിടെ സംഭവിക്കും, അസിഡിറ്റി പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകും. സോ നമുക്ക് ലിവർ എന്ന് പറയുന്നൊരു ഓർഗൻ ഉണ്ട്. ഈ ലിവറിന്റെ ഓർഗന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ നമ്മൾ ഈ കഴിക്കുന്ന ആൽക്കഹോൾ ടോക്സിക് ആണ്. ഈ ടോക്സിക്കിനെ ഡീടോക്സിഫൈ ചെയ്യുന്നത് ഈ ലിവറാണ്. അതുകൊണ്ടാണ് വലിയ രീതിയിലൊന്നും ബോഡിയെ അഫക്റ്റ് ചെയ്യാത്തത്. കാരണം നമ്മളെ ലിവർ ഇതിനെ ഡീടോക്സിഫൈ ചെയ്തിട്ട് അതിനെ എക്സ്ക്രീറ്റ് ചെയ്ത് കളയുന്നു. ഈ ലിവറിൽ ADH എന്ന് പറയുന്ന ഒരുപാട് എൻസൈം ഹോർമോൺസ് ഒക്കെ ഉണ്ട്. സോ അത് കൂടുമ്പോൾ ഇത് ലിവർ ഇതിനെ ഡീഹൈഡ്രേറ്റ് ചെയ്തു, എന്താ കുറച്ച് മെറ്റബോളിസം ഇവിടെ നടക്കുന്നുണ്ട്. ശരിക്കും ഇതിവിടെ ഇരിക്കുന്നത് കൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ നമുക്ക് വലിയ രീതിയിൽ അത് പ്രശ്നം ഉണ്ടാവാത്തത്. അതുകൊണ്ടാണ് ആദ്യമൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ആദ്യത്തെ ഇതിൽ വരത്തില്ല. പക്ഷെ പതിയെ ഓരോ അവയവങ്ങളായിട്ട് നശിക്കാൻ തുടങ്ങും. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് കൺസ്യൂം ചെയ്ത ഈ ലിവർ വരെ അടിച്ചു പോകും. അവസാനം ഈ ടോക്സിക്കിനെ ഡീടോക്സിഫൈ ചെയ്യാനുള്ള എൻസൈമും കാണത്തില്ല, ലിവറും കാണത്തില്ല. അവസാനം എന്ത് സംഭവിക്കും, ആള് തട്ടിപ്പോകും. ഇതാണ് സംഭവിക്കുന്നത്. മെഡിക്കലി ഇറ്റ് ഈസ് വെരി മച്ച് ഇൻജോറിയസ് ടു ഹെൽത്ത്. ചുമ്മാ പറയുന്നതല്ല. സോ ഇറ്റ്സ് വെരി മച്ച് ഇൻജോറിയസ്. സോ ഇതെല്ലാം അറിഞ്ഞിട്ടും ആൾക്കാർ ഇത് കഴിക്കുന്നത് എന്തുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സോ ഭയങ്കര ഇൻജോറിയസ് ആണ്. നമുക്ക് ലിവറിനെ ഭയങ്കരമായിട്ട് ഇത് ബാധിക്കുന്നു. മാത്രമല്ല ബാധിക്കുന്നത് നമ്മുടെ മറ്റ് അവയവങ്ങളെല്ലാം.
സോ ലിവറിനെ ബാധിക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ബോഡിയിൽ ഓരോരോ പാർട്ടായിട്ട് നശിക്കാൻ തുടങ്ങും. നമുക്ക് മെമ്മറി ലോസ്, ഓർമ്മശക്തി കുറയുന്നു, നമുക്ക് എവിടെയാണ് സംസാരിക്കേണ്ടത് എന്ന് നമുക്ക് അറിയാതെ വരുന്നു, ഉറക്കം കുറയുന്നു, ഈവൻ സ്ട്രോക്ക് പോലത്തെ കാര്യങ്ങൾ വരെ ഉണ്ടാവുന്നു. ക്രോണിക് ആയിട്ട് കൺസ്യൂം ചെയ്ത് അടുത്ത പീക്ക് എത്തുമ്പോൾ ലിവർ സിറോസിസ് എന്ന് പറയുന്ന അസുഖം വരെ വരുന്നു. സോ ആൽക്കഹോളിക് ലിവർ സിറോസിസ് എന്ന് പറയുന്ന അസുഖം വരെ വരുന്നു. നമ്മുടെ വയറ് ചാടും, നമുക്ക് പൊണ്ണത്തടി വരും, അങ്ങനെ ഒരുപാട് ബാഡ് ഇഫക്ട്സ് ഇതിനകത്തുണ്ട്. സോ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സോ ആര് ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കാം. ചിലർക്ക് അറിവില്ലാത്തത് കൊണ്ടാവാം അവർ വീണ്ടും വീണ്ടും അത് കഴിക്കുന്നത്. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറയും സ്റ്റോപ്പ് ചെയ്യാനായിട്ട്. ഇനിയും ടൈം ഉണ്ട്. നിങ്ങളെ ബോഡിയെ നിങ്ങൾ തന്നെയാണ് നശിപ്പിക്കുന്നത്. സോ ഹെൽത്തി ആയിട്ട് ജീവിക്കുക. ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ റിലേറ്റീവ്സ്, നിങ്ങളുടെ ഫ്രണ്ട്സ്, ഈ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്ന എല്ലാവർക്കും ഇതൊരു അവയർനെസ് ആയിട്ട് കാണുക. ഹെൽത്തിനെ പറ്റി ഭയം ഉള്ളവരെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യട്ടെ. സേ നോ ടു ഡ്രഗ്സ്, സേ നോ ടു ആൽക്കഹോൾ. സോ നല്ലൊരു ഹെൽത്തി ലൈഫ് നമുക്ക് ഉണ്ടാവട്ടെ. ഇനി വരുന്ന ജനറേഷൻ എങ്കിലും ഇതൊക്കെ മനസ്സിലാക്കി ഇതൊന്നും കൺസ്യൂം ചെയ്യാതെ നല്ലൊരു ഹെൽത്തി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകട്ടെ. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും വരുന്നത് വരെ till then, it's my talk with Dr. Arvieste signing off. Thank you.